അനുദിനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം. ഇന്നൊരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. ഈ സമയം വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മളായിരിക്കുന്നത്. ഈ സമയം ഏകാഗ്രതയോടെ ഹൃദയംഗമായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങിതുവരെയും ഞങ്ങളെ പരിപാലിച്ച് നടത്തിയ അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ ഇന്ന് പകൽ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ നിരന്തരമായിട്ട് ഞങ്ങൾക്ക് നൽകി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങ് ഞങ്ങളെ നിലനിർത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വീണു പോകാവുന്ന അനേകം സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായപ്പോഴും തൻ്റെ കൃപയാൽ അങ്ങ് ഞങ്ങളെ ഇതുവരെയും നടത്തിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയെ സ്പർശിക്കുവാൻ, കർത്താവെ, അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റാർക്കും ലഭിക്കാത്ത ആ ഉന്നത വിളി അങ്ങ് ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റാർക്കും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുവാൻ തക്കമുള്ള ഭാഗ്യം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവെ, ഇന്നത്തെ മീറ്റിങ്ങിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് ആരും പ്രാപിക്കാതെ കടന്നു പോയിട്ടില്ലല്ലോ കർത്താവെ. അങ്ങനെയെങ്കിൽ ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു കർത്താവെ. അതേ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. അങ്ങയുടെ ദിവ്യ ആലോചന കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പ്രത്യേക കർത്താവെ, ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ലീഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും സൗഖ്യം പ്രാപിച്ച് പോകുന്ന തക്കവണ്ണം ഇന്നത്തെ മീറ്റിംഗ് ഇടയാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. Hallelujah. Praise you, Lord. Hallelujah. നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ പകൽക്കാലം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് വലിയവനായ നാഥനെ ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. തൻ്റെ വലിയ പ്രവർത്തികളാൽ ഇന്ന് നമ്മെ വീണ്ടെടുത്തതോർത്ത് നമ്മുടെ നാഥനെ വാഴ്ത്താം. ഹല്ലേലൂയ. യഹോവ വലിയവനല്ലോ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. നമുക്ക് ചേർന്ന് നമ്മുടെ നാഥനെ വാഴ്ത്താം. ഹല്ലേലൂയ. നാഥ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. അവിടുന്ന് എത്ര ഉന്നതനാകുന്നുവല്ലോ. അവിടുത്തെ സ്നേഹം എത്ര വലുതാകുന്നുവല്ലോ നാഥ. ഞങ്ങളെ അങ്ങ് സ്നേഹിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങൾക്കായി മരിച്ചിരിക്കയാൽ നന്ദി നാഥ. അങ്ങയുടെ സ്നേഹം എത്രയോ വലുതെന്ന് കർത്താവേ ഞങ്ങൾ അറിയുന്നു നാഥ. പാപികളായ ഞങ്ങളെ ഓരോരുത്തരെയും, താഴ്ന്നു കിടന്ന അന്ധകാരത്തിൽ കിടന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരു സ്നേഹത്താൽ വീണ്ടെടുത്തുവല്ലോ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കയാൽ നാഥ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് എത്ര ഉന്നതൻ നാഥ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനം ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞാൻ എൻ്റെ യേശുവിനെ വാഴ്ത്തി വണങ്ങും എൻ്റെ ജീവിതകാലമെല്ലാം. ഹല്ലേലൂയ. അതേ കർത്താവേ, പാവനമായി എന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹം എന്നിൽ ഏറുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പാടുന്ന പാട്ട് പറയുന്നതുപോലെ തന്നെ നാഥ, ഭവനമായി ഞങ്ങളെ ഓരോരുത്തരെയും പാലിച്ചത് ഓർക്കുമ്പോൾ അതേ കർത്താവേ, ആ സ്നേഹം അത് ഞങ്ങളിൽ ഏറി വരുന്നു നാഥ. ഹല്ലേലൂയ. ഞങ്ങളുടെ സങ്കേതം അങ്ങാകുന്നുവല്ലോ. ഞങ്ങളുടെ ആശ്രയം അങ്ങാകുന്നുവല്ലോ നാഥ. അതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. രാജാതിരാജാവായവനെ, ദേവാതിദേവനെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ,
സകല സ്തുതികൾക്കും യോഗ്യനായവനെ, അങ്ങേക്ക് മഹത്വം നാഥ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. നമുക്ക് ചേർന്ന് ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വണങ്ങിടും, ജീവിത നാളുകളെല്ലാം ഭാവനമായി എന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നിൽ ഏറുന്നേ എന്നുള്ള ഗാനം ചേർന്ന് ഒരുമിച്ച് പാടാം. വാഴ്ത്തി വണങ്ങിടും ജീവിത നാളുകളെല്ലാം, ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വണങ്ങിടും ജീവിത നാളുകളെല്ലാം. ഭാവനമായി എന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നില്ലേറുന്നേ. പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നില്ലേറുന്നേ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ ഉറവുകളകിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ. എന്റെ ഉറവുകളകിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ. ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വണങ്ങിടും ജീവിത നാളുകളെല്ലാം. Yes, hallelujah, amen. ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വണങ്ങിടും ജീവിത നാളുകളെല്ലാം. ഭാവനമായി എന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നിൽ. Yes, hallelujah, amen. ഭാവനമായി എന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നില്ലേറുന്നേ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ ഉറവുകളകിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ. എന്റെ ഉറവുകളകിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ. മൃത്യുവിൻ വായിൽ നിന്നും വീണ്ടെടുത്തോനെ മഹത്വപ്പെടുത്തും നിന്നെ. Yes, hallelujah. മൃത്യുവിൻ വായിൽ നിന്നും വീണ്ടെടുത്തോനെ മഹത്വപ്പെടുത്തും നിന്നെ. ഞാൻ നിന്നെ സേവിച്ചു മരുവിൽ നിന്നാമത്തെ ഘോഷിക്കും. ഞാൻ നിന്നെ സ്നേഹിച്ചു മരുവിൽ നിന്നാമത്തെ ഘോഷിക്കും. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. Yes, hallelujah, amen, amen, hallelujah. അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ ഉറവുകളകിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ.
ഉള്ളം നിറയുന്നപ്പാ നിന്നിടം കൊണ്ടെന്റെ പാപങ്ങൾ കഴുകി വീണ്ടെടുത്തെന്നെയും നീ നിന്നിടം കൊണ്ടെന്റെ പാപങ്ങൾ കഴുകി വീണ്ടെടുത്തെന്നെയും നീ എന്നിടം കൊണ്ടെന്റെ പാപങ്ങൾ കഴുകി വീണ്ടെടുത്തെന്നെയും നീ എന്റെ സങ്കേതം നീ അല്ലയോ എന്റെ ആശ്രയവും നീയല്ലോ എന്റെ സങ്കേതം നീ അല്ലയോ എന്റെ ആശ്രയവും നീയല്ലോ എന്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ എന്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും ശാലൻ സമം കാറ്റല്ലോ നിൻ ജനത്തെ പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും ശാലൻ സമം കാത്തല്ലോ നിൻ ജനത്തെ ആശ്രയമെന്നും ഞാൻ നിന്നിൽ വച്ചതിനാ ശാശ്വത ശാന്തിയുണ്ട് Hallelujah. Amen. Amen. Hallelujah. ശാശ്വത ശാന്തിയുണ്ട് ആശ്രയമെന്നും ഞാൻ നിന്നിൽ വച്ചതിനാ ശാശ്വത ശാന്തിയുണ്ട് എന്റെ സങ്കേതം നീ അല്ലയോ എന്റെ ആശ്രയവും നീയല്ലോ എന്റെ സങ്കേതം നീ അല്ലയോ എന്റെ ആശ്രയവും നീയല്ലോ എന്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ എന്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ സിയോനിൽ നാദാനിൻ സ്നേഹമെനിക്ക് എത്രയോ ആശ്ചര്യമേ Yes, hallelujah. സിയോനിൽ നാദാനിൻ സ്നേഹമെനിക്ക് എത്രയോ ആശ്ചര്യമേ വിളിയോർത്തു ഞാൻ നിന്നെ പിൻഗമിപ്പാൻ മുറ്റും സമർപ്പിക്കുന്നേ വിളിയോർത്തു ഞാൻ നിന്നെ പിൻഗമിപ്പാൻ മുറ്റും സമർപ്പിക്കുന്നേ എന്റെ സങ്കേതം നീ അല്ലയോ എന്റെ ആശ്രയവും നീയല്ലോ എന്റെ സങ്കേതം നീ അല്ലയോ എന്റെ ആശ്രയവും നീയല്ലോ എന്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ എന്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകുന്ന പ്രാണപ്രിയ കാൽവരി സ്നേഹത്തെ ഓർത്തിടുമ്പോൾ എന്റെ ഉള്ളം നിറയുന്നപ്പാ കാൽവരി സ്നേഹത്തെ ഓർത്തിടുമ്പോൾ എന്റെ ഉള്ളം നിറയുന്നപ്പാ നിന്നിടം കൊണ്ടെന്റെ പാപങ്ങൾ കഴുകി വീണ്ടെടുത്തെന്നെയും നീ Yes, hallelujah. നിന്നിടം കൊണ്ടെന്റെ പാപങ്ങൾ കഴുകി വീണ്ടെടുത്തെന്നെയും നീ നിന്നിടം കൊണ്ടെന്റെ പാപങ്ങൾ
പ്രൈസ് യു ജീസസ്. നാഥ, നീ അങ്ങ് ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ആശ്രയമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം നാഥ. ഹല്ലേലൂയ. എപ്പോഴൊക്കെയും ഞങ്ങൾ അങ്ങയെ ആശ്രയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെയും അങ്ങയുടെ താങ്ങുന്ന കരം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കർത്താവേ. നന്ദി നാഥ, നന്ദി കർത്താവേ. ഞങ്ങളുടെ ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാഥ, കരുണാസമ്പന്നനായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു നാഥ. പ്രൈസ് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം എപ്പോഴും ഞങ്ങൾക്ക് അതിശയമാണ് കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാഥ, ഞങ്ങൾ പാപത്തിലായിരുന്നപ്പോഴും കർത്താവേ, അങ്ങയുടെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അങ്ങേക്ക് ഇഷ്ടം തോന്നിയതിനായിട്ട് ഞങ്ങൾ ഈ സമയം അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ആ മഹാസ്നേഹത്തെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു കർത്താവേ. പകരം നൽകുവാൻ ഒന്നുമില്ല കർത്താവേ. നന്ദി മാത്രം, നന്ദി മാത്രം നാഥ. താങ്ക് യു, താങ്ക് യു ലോർഡ്. ഇത്ര വലിയ സ്നേഹം, ഇത്രമാം സ്നേഹം ഞങ്ങളിലേക്ക് പകർന്നതിനായിട്ട് നന്ദി കർത്താവേ. നന്ദി നാഥ. യേശു എന്ന ദാനം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദി കർത്താവേ. കർത്താവ് യേശുവിന്റെ നിണം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ചു. അങ്ങയുടെ പുത്രന്മാരാക്കി തീർത്തു. ഹല്ലേലൂയ. സ്വർഗീയ വെളിയിലേക്ക് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി നാഥ, നന്ദി നാഥ, നന്ദി നാഥ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഈ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയുവാൻ എന്തുള്ളൂ നാഥ. കർത്താവേ, അങ്ങയുടെ സ്നേഹം അതെത്രയോ വലുതാണ് നാഥ. ഈ സമയം നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവേ. നന്ദി നാഥ, നന്ദി കർത്താവേ. എന്ത്
സ്നേഹം യേശുവേ നിന്റെ ത്യാഗമേ ക്രൂശിലെ നിന്റെ സ്നേഹം യെസ് ലോർഡ് ചുവട്ടിലാണ് നാഥ ഞങ്ങളുടെ ജീവിതം കണ്ടെത്തിയത്. യെസ് ലോർഡ് കർത്താവേ, ആ പാപത്തിന്റെ ചുമട് മാറിയത് അങ്ങയുടെ ക്രൂശിന്റെ ചുവട്ടിലാണ്. കർത്താവേ, ആ കോണ്ടംനേഷൻ മാറിയത് അങ്ങയുടെ ക്രൂശിന്റെ ചുവട്ടിലാണ് നാഥ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം ലഭിച്ചത് അങ്ങയുടെ ക്രൂശിന്റെ ചുവട്ടിലാണ് നാഥ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാഥ, ഈ നല്ല ജീവിതം ഞങ്ങൾക്ക് നൽകിയത്, ഈ സ്വർഗീയമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് പകരമായി നൽകുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നാഥ. ഈ ലോകത്തിലുള്ളതൊക്കെ അങ്ങയുടെ മുൻപിൽ വെച്ചാലും അതൊന്നും അങ്ങയുടെ ഈ മഹാസ്നേഹത്തിന് തുലനം ചെയ്യുവാനില്ല കർത്താവേ. അതുകൊണ്ട് നാഥ, ഈ സമയം ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഒരു യാഗമായി അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങയെ പ്രീതിപ്പെടുത്തി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന വലിയ പാതയിലേക്ക്, സ്വർഗീയ പാതയിലേക്ക് ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് വെക്കുന്നു നാഥ. അങ്ങ് കർത്താവേ, ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം. നൽകുന്നു
പാപിയായെന്നെ തേടി നീ ചേർത്തണച്ചവൻ സ്നേഹം. പാപിയായെന്നെ തേടി നീ ചേർത്തണച്ചവൻ സ്നേഹം. അങ്ങയുടെ ത്യാഗത്തിനായി നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങളോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ സ്നേഹത്തിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സങ്കീർത്തനക്കാരനോട് കൂടെ ഞങ്ങളും പറയും, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കും. ഹല്ലേലൂയ. അങ്ങയോട് ഞങ്ങൾ പറ്റിച്ചേർന്നിരിക്കുന്നു കർത്താവേ. അങ്ങയുടെ വലം കൈ ഞങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു കർത്താവേ. ഇത്രമാം സ്നേഹം ഞങ്ങളിൽ ചൊരിഞ്ഞതിനായി നന്ദി കർത്താവേ. We praise you Lord. Amen. Praise you Jesus. Praise. Hallelujah. Hallelujah. ക്രൂശിൽ എനിക്കായി യാഗമായി തീർന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. എനിക്കായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന എന്നെ വഴി നടത്തുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Thank you Jesus. Thank you Jesus. നന്ദി കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടെ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. അങ്ങ് അനുഗ്രഹിച്ചാലും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം കൂടെ കർത്താവ് നമുക്ക് സഭയായി നൽകിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മഹനീയ സന്നിധിയിൽ ഇന്ന് സന്തോഷത്തോടെ കൂടി വരുവാൻ, നമ്മെ മാറോട് ചേർത്തണച്ച ആ സ്നേഹത്തിൻ്റെ മുമ്പാകെ അടുത്തു വരുവാൻ നമുക്കിടയായി. ഈ മീറ്റിങ്ങിൽ ഓൺലൈനിൽ കൂടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഈ സഭായോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരം പലയിടത്തായി നമ്മളെ സൂക്ഷിച്ചു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച് അവിടുത്തെ മക്കളെന്ന പദവിയിൽ തന്നെ നമ്മെ നിർത്തി ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് നമുക്ക് ദൈവം മുമ്പാകെ വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാൻ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് എല്ലാ ആഴ്ചകളിലെയും പോലെ തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് മീറ്റിംഗ് നടത്തപ്പെടുന്നത്. നമ്മളിപ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന ഈ സെഷൻ കഴിഞ്ഞാൽ മറ്റൊരു ലിങ്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനുള്ള സന്ദർഭമുണ്ട്. നമുക്ക് വളരെ ആഗ്രഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള മീറ്റിംഗ് ലീഡ് ചെയ്യാനായി ജോർജ് ബാബുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അനുഗ്രഹീത കർത്തൃദിവസത്തിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നമ്മെ വളരെ മനോഹരമായാണ് പരിപാലിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ചോളം ദൈവ മക്കളും ലോകത്തിലുള്ളവരും അവരുടെ ഇടയിൽ ക്ലിയർ ഡിമാർക്കേഷനുണ്ട്. നാം പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ ആ കാലഘട്ടം ശ്രദ്ധിക്കുമെങ്കിൽ നമുക്കത് കാണുവാൻ സാധിക്കും. മിസ്രൈമിൽ വ്യാധികൾ ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേൽ ക്യാമ്പ് വളരെ ശാന്തതയോടും സമാധാനത്തോടും കൂടെയാണ് ഇരുന്നത്.
എത്ര അനുഗ്രഹമാണത് കേൾക്കുവാൻ. ദൈവം ഏത് പ്രശ്നങ്ങളുടെ ഇടയിലും ഏത് ബുദ്ധിമുട്ടുകളുടെ ഇടയിലും വളരെ ശാന്തമായും സമാധാനത്തോടും കൂടെയും നമ്മെ നയിക്കും. എന്നാൽ ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം ദൈവം വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ ബന്ധത്തിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരിടത്ത് ആ ഗ്രൂപ്പിൽ ആയിരിക്കുമ്പോഴുള്ള ഒരു സമാധാനവും ശാന്തതയും ഉള്ളപ്പോൾ തന്നെ ഇൻഡിവിജ്വലായി വ്യക്തിപരമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് വ്യക്തിപരമായി തന്നെയും നാമും വളർന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളുണ്ടായേക്കാം, ഏകാന്തതകളുടെ നിമിഷങ്ങളുണ്ടായേക്കാം, ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായേക്കാം. എന്നാൽ ഇതിലൂടെ എല്ലാം പോകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ നാം വളരുന്നുണ്ടോ എന്ന് നാം അറിയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. കാലിബറിൽ COVID-19 വരുന്നതിന് മുൻപ് നാം മാതാപിതാക്കളോട് പറയുമായിരുന്നു, നിങ്ങളും കൂടെ ട്രെയിനിങ് പഠിച്ചെടുക്കണം. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ പല സമയത്ത് മാതാപിതാക്കളെ വിളിച്ച് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ ഞങ്ങളുടെ ഒപ്പം തന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ആരും അതിനെ സീരിയസ് ആയി കണ്ടില്ല. പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറി. എന്നാൽ COVID-19 വന്നതിന് ശേഷം ആണ് പല പേരൻസും അറിഞ്ഞത് തങ്ങളുടെ കുട്ടികൾ ഡിസേബിൾഡ് ആണ്, എത്ര ബുദ്ധിമുട്ടാണ് വീട്ടിൽ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അന്ന് അവർ പലരും എന്നെ വിളിച്ച് പറയുകയുണ്ടായി, ഇപ്പോഴാണ് സാർമാർ ബുദ്ധിമുട്ടുന്നതിൻ്റെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായത്, അന്ന് ഞങ്ങൾ പഠിക്കേണ്ടിയിരുന്നു. എന്നാൽ അതൊക്കെ ഒരു വശത്ത് അങ്ങനെ ഇരിക്കവേ തന്നെ ആ സമയത്ത് വ്യക്തിപരമായി അവരും കൂടെ വളർന്നു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കുറച്ചും കൂടെ നന്നായി മാനേജ് ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നാം വ്യക്തിപരമായി വളർന്നു വരുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിവിധി എന്താണ്? സൊല്യൂഷൻ എന്താണ്? നാം ദൈവമക്കളായിരിക്കുമ്പോഴും നാം കോൺഷ്യസായി ദൈവവചനത്തിൻ്റെ അടുക്കൽ വരിക എന്നുള്ളതാണ്. നാം മനഃപൂർവമായി ദൈവവചനത്തിൻ്റെ അടുക്കൽ വരിക എന്നുള്ളതാണ്. മനഃപൂർവമായി ദൈവവചനത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതിനുള്ള ഫാക്കൽറ്റീസ് ദൈവം തുറന്നിട്ടുണ്ട് ദൈവമക്കളെ. അപ്രകാരം വരുന്നെങ്കിൽ ദൈവം എപ്പോഴും നമ്മെ മുൻപോട്ട് നടത്തുക തന്നെ ചെയ്യും. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് നാം വായിക്കുന്നു അല്ലേ? അതെ, എന്താണ് നല്ല അംശം? കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്നുള്ളത്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. മറിയ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു യേശു ക്രിസ്തു ആ ഗ്രാമത്തിൽ അതിൻ്റെ അടുക്കലൂടെ പോയാൽ ആ ഭവനത്തെ സന്ദർശിച്ചിരിക്കും. മറിയയ്ക്കത് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്നും അവൾക്കൊരു ഒരുക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും ഞാൻ വിശ്വസിക്കുന്നത് മറിയ എപ്പോഴും തൻ്റെ ഡെയിലി ചോർസ് എല്ലാം ചെയ്ത് കർത്താവ് ഇന്ന് വരുവാൻ സാധ്യതയുണ്ട് എന്ന വലിയ ഉറപ്പോടുകൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു യേശു ക്രിസ്തു വരുന്ന സമയത്ത് പാദപീഠത്തിലിരുന്ന് കേൾക്കുവാൻ. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ബോധപൂർവം ഒരുക്കത്തോടുകൂടി ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് വരാം. അപ്രകാരം വരുമെങ്കിൽ, ബോധപൂർവം അടുക്കലേക്ക് വരികയും ബോധപൂർവം തിരുവചനം റിസീവ് ചെയ്യുകയും ചെയ്താൽ ഇന്ന് ഒരു അത്ഭുത ദിവസമായി മാറുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ പ്രതിസന്ധികളോടനുബന്ധിച്ച് ദൈവം നമ്മളോട് സംസാരിക്കും. അതെ, നാം അലഞ്ഞ് തിരിയുന്ന ഇടങ്ങളിലെല്ലാം ദൈവം ഡയറക്ഷൻ, ദിശ നൽകും. ചില കാര്യങ്ങൾക്ക് ദൈവം ഇന്ന് പ്രതിവിധി നൽകും. നമുക്ക് അപ്രകാരം ദൈവവചനത്തോട് അടുത്തു വരാം. ഇന്ന് അപ്രകാരം നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആദരണീയനായ സീനിയർ പാസ്റ്റർ രാജു എബനസറാണ്. നമുക്കെല്ലാം അറിയാം, പ്രിയ കർത്തദാസനെ ദൈവം വളരെ ശക്തമായി ഈ നാളുകളിൽ ലോകമെമ്പാടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകുന്ന, തൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് ഒഴുകുന്ന, തൻ്റെ അനുസരണത്തിൽ നിന്ന് ഒഴുകുന്ന ചില കാര്യങ്ങളാണ് എപ്പോഴും അദ്ദേഹം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് പ്രതീക്ഷയോടുകൂടി ആയിരിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ വളരെ വേഗത്തിൽ ഓർക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് ആൻഡ് യു എന്ന മെസ്സേജ് ഒരു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയാങ്കളിനെ സംബന്ധിച്ചോളം ഒരു വിഷൻ എൻ്റെ ഉള്ളിലേക്ക് വരുവാനിടയായി. അതിങ്ങനെയായിരുന്നു, ഒരു പുഴ, ഒരു വലിയൊരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ രണ്ട് വശത്തും മരങ്ങളുണ്ട്.
ഒരു വശത്തെ മരങ്ങൾ വളരെ പുഷ്ടിയോടുകൂടി വളരെ ഫലം കായ്ച്ചും വളരെ ഇലകൾ നിറഞ്ഞും ഇരിക്കുന്നു. എന്നാൽ മറുവശത്തെ മരങ്ങൾ അത്രയും പുഷ്ടിയോടുകൂടിയല്ല, വളരെ ബലഹീനമായും ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടത്. എനിക്ക് അപ്പോൾ അത് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, ഒരേ ഒരു സോഴ്സിലൂടെയാണ് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം ഒരുക്കത്തോടു കൂടിയാണോ, നമുക്ക് വിശാലതയുണ്ടോ, ദൈവവചനം കേൾക്കുവാൻ നമ്മെ തന്നെ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണോ, അങ്ങനെയെങ്കിൽ നമുക്കത് അനുഗ്രഹമാകത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു മെസ്സേജിൻ്റെ മുമ്പാകെ ഞാൻ വിളിക്കുകയാണ്. നമുക്ക് അപ്രകാരം ഒരുങ്ങാം. അതിന് മുൻപായി കൊയർ മുൻപോട്ട് വന്ന് നമ്മെ ഒരു ഗാനത്തിലൂടെ തിരുവചനത്തിനായി ഒരുക്കും. അതിനുശേഷം പ്രിയ ജയൻ ചേട്ടൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമ്മെ ലീഡ് ചെയ്യും. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭാ കൂടിവരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നു. നാം കേട്ടതുപോലെ തന്നെ നമ്മുടെ കർത്താവ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി വളരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ വളർത്തുവാൻ പര്യാപ്തമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ അയച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആഗ്രഹത്തോടെ കടന്നു ചെല്ലാം. പാട്ടുകാരൻ പറയുന്നത് പോലെ, കൺകൾ എനിക്ക് നിൻ ക്രിയകൾ കാണുവാൻ, കാതുകൾ കർത്താവേ അവിടുത്തെ മൃദുസ്വരം കേൾക്കുവാൻ, ഞാൻ നിൻ്റെ നാമത്തിൽ ചെയ്യുവതെല്ലാം നിൻ്റെ മഹത്വത്തിനായി തീരുവാൻ. എൻ്റെ ഹൃദയം മറ്റൊന്നിനാലും ആകർഷിക്കപ്പെടുവാനിടയാകരുത്. എൻ്റെ കണ്ണുകൾ മറ്റൊന്നിനാലും ആകർഷിക്കപ്പെടുവാനിടയാകരുത്. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ വചനത്താൽ ആകർഷിക്കപ്പെട്ട് അവിടുത്തെ സ്നേഹത്താൽ നിറയപ്പെട്ട് എൻ്റെ വായ് അവിടുത്തെ സ്തുതിയാൽ നിറയപ്പെടുവാനിടയാകണം. ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ, ഈ ഒരു വലിയ ആഗ്രഹത്തോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കലേക്ക് വരാം. നമുക്ക് ചേർന്ന് എഴുന്നേറ്റ് നിന്ന്, ഹൃദയം എനിക്ക് നിൻ സ്നേഹത്താൽ നിറവാൻ, നാവെനിക്ക് നിൻ സ്തുതി പാടാൻ എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിൻ്റെ വചനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. സ്നേഹത്താൽ നിറവാൻ, നാവെനിക്കു നിൻ സ്തുതി പാടാൻ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ, നാവെനിക്കു നിൻ സ്തുതി പാടാൻ. അന്യമായതൊന്നുമെൻ പ്രിയനേ എന്നിലൊരുവായി തീർന്നിടരുതേ. അന്യമായതൊന്നുമെൻ പ്രിയനേ എന്നിലൊരുവായി തീർന്നിടരുതേ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ, നാവെനിക്കു നിൻ സ്തുതി പാടാൻ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ. കണ്ണുകളെനിക്കു നിൻ ക്രിയകൾ കാണുവാൻ, കാതുകൾ നേരിയ നിൻ മൊഴി കേൾപ്പാൻ. കണ്ണുകളെനിക്കു നിൻ ക്രിയകൾ കാണുവാൻ, കാതുകൾ നേരിയ നിൻ മൊഴി കേൾപ്പാൻ. ഞാൻ നിൻ നാമത്തിൽ ചെയ്യുവതെല്ലാം നിന്റെ മഹിമയ്ക്കായി തീർന്നിടണമേ. ഞാൻ നിൻ നാമത്തിൽ ചെയ്യുവതെല്ലാം നിന്റെ മഹിമയ്ക്കായി തീർന്നിടണമേ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ, നാവെനിക്കു നിൻ സ്തുതി പാടാൻ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ. എന്റെ സഹായമാം പർവ്വതം നീയേ, എന്റെ അടിസ്ഥാന പാറയും നീയേ.
അല്പമായുള്ള നാളുകളെല്ലാം തൽപരനായി നിൻവേല ചെയ്യുവാൻ. അല്പമായുള്ള നാളുകളെല്ലാം തൽപരനായി നിൻവേല ചെയ്യുവാൻ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ. നാവെനിക്കു നിൻ സ്തുതി പാടാൻ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ. എനിക്കു ജീവിക്കുന്നതു ക്രിസ്തുവും മരിച്ചിടുന്നതോ ലാഭവും തന്നെ. എനിക്കു ജീവിക്കുന്നതു ക്രിസ്തുവും മരിച്ചിടുന്നതോ ലാഭവും തന്നെ. മരിച്ചാലും ഞാൻ ജീവിച്ചെന്നാലും മാമക ജീവനൻ പ്രിയനിൽ ഭദ്രം. മരിച്ചാലും ഞാൻ ജീവിച്ചെന്നാലും മാമക ജീവനൻ പ്രിയനിൽ ഭദ്രം. മരിച്ചാലും ഞാൻ ജീവിച്ചെന്നാലും മാമക ജീവനൻ പ്രിയനിൽ ഭദ്രം. ഹൃദയമെനിക്കു സ്നേഹത്താൽ നിറവാൻ. നാവെനിക്കു നിൻ സ്തുതി പാടാൻ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ. നാവെനിക്കു നിൻ സ്തുതി പാടാൻ. അന്യമായതൊന്നുമെൻ പ്രിയരേ എന്നിലുരുവാൻ തീർന്നിടരുതേ. അന്യമായതൊന്നുമെൻ പ്രിയരേ എന്നിലുരുവാൻ തീർന്നിടരുതേ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ. നാവെനിക്കു നിൻ സ്തുതി പാടാൻ. ഹൃദയമെനിക്കു നിൻ സ്നേഹത്താൽ നിറവാൻ. നാവെനിക്കു നിൻ സ്തുതി പാടാൻ. നാവെനിക്കു നിൻ സ്തുതി പാടാൻ. നാവെനിക്കു നിൻ സ്തുതി പാടാൻ. Thank you, Lord. Thank you, Jesus. Praise you, Lord. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അതിമനോഹരമായ ഒരു സമയത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടിവരുത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവവചന കേൾവിയുടെ അടുക്കലാണല്ലോ ഞങ്ങൾ ഇന്നായിരിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്നും അങ്ങ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചത് ഓർത്ത് അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അന്യരും പരമാർത്ഥികളും നിഷ്കളങ്ക മക്കളുമായിരിക്കുവാൻ യേശുക്രിസ്തു മൂലം നൽകിയ ഈ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്ന് തിരുവചനം ഞങ്ങളുടെ ഉള്ളങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. അന്യമായത്, അങ്ങിൽ നിന്നല്ലാത്തതെല്ലാം ഇന്ന് നീക്കപ്പെടേണ്ടതിനായി ആ വലിയ വെളിച്ചം അതിലേക്ക് ഇന്ന് ഞങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷയോടെ വരുന്നു. കർത്താവേ, അങ്ങിൽ നിന്നല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ട നാഥ. അങ്ങാണ് ഞങ്ങളുടെ സകലതും, ഞങ്ങളുടെ സന്തോഷവും, ഞങ്ങളുടെ സമാധാനവും, ഞങ്ങളുടെ ആഘോഷവും എല്ലാം ഞങ്ങളുടെ കർത്താവ് മാത്രമാണല്ലോ നാഥ. ഇന്ന് തിരുവചനം ഞങ്ങളെ ഓരോരുത്തരോടും സംസാരിക്കണമേ കർത്താവേ. അങ്ങയ്ക്ക് ഹിതമല്ലാത്തവയെല്ലാം
അതെ അപ്പ, അവയെല്ലാം ഒരു നീക്കം വരേണ്ടതിനായി ഇന്ന് അങ്ങയുടെ ദാസൻ നിൽക്കുന്ന സമയം അഭിഷേകത്തോടെ നിർത്തണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ വളരെ ആവശ്യത്തോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങൾക്ക് ചൂട് പിടിപ്പിക്കണം കർത്താവെ. ആവശ്യമില്ലാത്തവയെല്ലാം നീക്കി ക്രിസ്തുവിന് സമാനമായ, ക്രിസ്തുവിനോട് അനുരൂപനാകുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഇന്നത്തെ വചന ശുശ്രൂഷ മൂലം ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതങ്ങളെ ചെയ്യുന്ന ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ ദാസനെ അങ്ങ് അഭിഷേകത്തോടെ നിർത്തിയിരിക്കാൻ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് അങ്ങ് അയക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. A hearty greetings to everybody present and listening to my words this morning. ഈ പ്രഭാതത്തിൽ സന്നിഹിതരായി എൻ്റെ വചനത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയംഗമായ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. This world of grief and sorrow, anxiety and uncertainty, what a joy and peace to be in the presence of the Lord. ദുഃഖങ്ങളുടെയും ആകാംക്ഷകളുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ഈ ലോകത്തിൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് എത്ര വലിയ ആശ്വാസവും അനുഗ്രഹവുമാണ്. The psalmist says, in thy presence is a fullness of joy. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. There are certain things God has committed so exclusive and special for his people. ദൈവം തൻ്റെ ജനത്തിനായി പ്രത്യേകമായി വേർതിരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചില അനുഗ്രഹാനുഭവങ്ങളുണ്ട്. And if you don't enjoy that, it's a terrible thing and it's a sad thing. ദൈവം അങ്ങനെ നമുക്കായി മാറ്റിവെച്ചിരിക്കുന്നത് നാം അനുഭവിക്കുന്നവരല്ല എങ്കിൽ അത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. Never forget that we are people of very special heavenly privileges. വളരെ വിശേഷമായ സ്വർഗീയ സൗഭാഗ്യങ്ങൾ ലഭിച്ച ഒരു ജനമാണ് നാം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. And never forget that we are people of God's calling for his special to be his. വിശേഷമായി തനിക്കുള്ളവരായി ഇരിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള കാര്യവും നാം വിസ്മരിക്കരുത്. See, COVID-19 is a discussion of a lot of people. COVID-19 എന്ന് പറയുന്നത് ഇന്ന് എല്ലാ ആളുകളുടെയും എല്ലാ തരക്കാരുടെയും ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. Sometimes I feel very sad when I talk to believers. Many of them, the biggest talk is COVID-19. വിശ്വാസികളോടും ദുഃഖകരം എന്ന് പറയട്ടെ, ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ അവരുടെയും പ്രധാന ചർച്ചാ വിഷയം COVID-19 തന്നെയാണ്. Why so? Don't they have anything else to do with the Lord and his things to speak about? എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്? അവർക്ക് തങ്ങളുടെ ദൈവത്തെക്കുറിച്ച്, ദൈവത്തെ സംബന്ധിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കുവാനോ ചർച്ച ചെയ്യുവാനോ ഇല്ലേ? And are they not sure that they are a special people to their God? തങ്ങളുടെ ദൈവത്തിന് വിശേഷപ്പെട്ട ഒരു ജനമാണെന്നുള്ള ഒരു ബോധം എന്തുകൊണ്ട് അവരെ ഭരിക്കുന്നില്ല? And are they not sure that their whole life and everything belonging to them is in the hands of the Lord? തങ്ങളെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും തങ്ങളുടെ ജീവിതം തന്നെയും തങ്ങളുടെ ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് അവർ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അവബോധം അവരിൽ വരുന്നില്ല. People of God, come to your privilege and estate and blessing the Lord has offered you. ദൈവത്തിന്റെ ജനമേ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യ പദവിയിലേക്ക്, ആ രക്ഷയിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. COVID-19, this 19 signifies the year back. COVID-19 എന്ന് പറയുന്നത് കഴിഞ്ഞ 2019 ആണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. It was in last December this problem was diagnosed in China. ഈ പ്രശ്നം ചൈനയിൽ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു. It's going to be 1 year, nearly 1 year and a half. ഏറെക്കുറെ
ഏതാണ്ട് ഒരു വർഷം ആകാൻ പോവുകയാണ്. In these 9 months, what a sea change has happened to this world. ഈ ഒരു 9 മാസം കൊണ്ട് നമ്മുടെ ഈ ലോകത്തിന് എന്തെല്ലാം വ്യത്യാസങ്ങൾ, ഒരു വലിയ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. And once the COVID is dealt, what a sea change is going to happen for the things in the world. ഈ പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വ്യത്യാസം എത്ര വലുതാകാൻ ഇരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം. Looking back to our past life, we have gone through varying life situations for themselves, their family, and in the world. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങളിലൂടെ വ്യക്തിപരമായും കുടുംബപരമായും ലോകപരമായും നാം വന്നിട്ടുണ്ട്. Yes, the world has been changing. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. And sure, this world will go changing. അതുപോലെ ഉറപ്പായ കാര്യമാണ് ഈ ലോകം വീണ്ടും മാറിക്കൊണ്ടേ ഇരിക്കാൻ പോവുകയാണ്. And in the midst of this changing world, we find people, man, also changing. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുവിൽ മനുഷ്യർക്കും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. And what's happening to us as God's people? ദൈവത്തിന്റെ ജനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? In a changing world, മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുവിൽ what kind of change that's happening to us? ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് ദൈവമക്കളായ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? In a changing world, with the ups and downs and the turns left and right, with all that happens, the people of the world too are changing with the world. ലോകത്തിന്റെ പൊങ്ങിയും താഴ്ന്നുമുള്ള മാറ്റങ്ങളുടെ നടുവിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നതിന്റെ നടുവിൽ ലോകത്തിലെ ആളുകൾക്കും ഇതേ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. But God's people have been redeemed to share the life and nature of Jesus Christ. എന്നാൽ ദൈവത്തിന്റെ ജനം യേശുക്രിസ്തുവിന്റെ സ്വഭാവവും പ്രകൃതവും പങ്ക് പ്രാപിക്കുവാൻ തക്കോണം വീണ്ടെടുക്കപ്പെട്ടവരാണല്ലോ അവർ. As time passes on, the work of God in us should be progressive, fulfilled in our lives. നമ്മളെ സംബന്ധിച്ചിടത്തോളം, തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം, വീണ്ടെടുക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സമയം പോകുന്നതനുസരിച്ച് നമ്മളിലുള്ള ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി പുരോഗമിക്കുക തന്നെ ചെയ്യണം. That is what is happening with your life with time. നിന്റെ ജീവിതം സംബന്ധിച്ചിടത്തോളം ഇതാണോ നടന്നുകൊണ്ട് ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? With this changing world 5 years from now, where will you be, God's people? ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുവിൽ 5 വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ദൈവജനം എന്നുള്ള നിലയ്ക്ക് നാം എവിടെ നിൽക്കും? If I ask believers, I know most of them will say, I don't know. വിശ്വാസികളോട്, ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളോട് ചോദിച്ചാൽ ഇതിന്റെ ഉത്തരം എനിക്കറിയില്ല, ഞാൻ എവിടെ നിൽക്കും എന്നുള്ളതായിരിക്കാം. The reason is you are not pinned to the call and hope in Christ Jesus. ഇതിന്റെ ഏക കാരണം യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിളിയിലും പ്രത്യാശയിലും ഉറപ്പിക്കപ്പെട്ടവരായി നിങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. When you are pinned to the hope in Christ Jesus, you can say, I will be going onward in the work that God has begun in me. യേശുക്രിസ്തുവിനുള്ള പ്രത്യാശയിൽ ആണിയടിച്ചുറപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ വിളിച്ച വിളിയിൽ ഞാൻ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിയും. I will be moving on in the will of God. ദൈവത്തിന്റെ ഹിതത്തിൽ ഞാൻ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. I will be prospering in the purpose of God. ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാൻ മുന്നേറുന്നവനായിരിക്കും. Because my life is found in Christ. എന്തുകൊണ്ടെന്നാൽ എന്റെ ജീവിതം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. We have been called in Christ. ക്രിസ്തുവിൽ എന്നെ വിളിച്ചിരിക്കുന്നു. We believed Jesus Christ for our salvation. നമ്മുടെ രക്ഷയ്ക്കായി ഈ ക്രിസ്തുവിനെ നാം വിശ്വസിച്ചു. As we met him, as we took him in, we have become believers. നാം അവിടുത്തെ നമ്മൾ കൈക്കൊണ്ടപ്പോൾ നമ്മൾ വിശ്വാസികളായി തീർന്നു. But the more we appreciated his love for us, his grace for us, his will and plan for us, we more and more committed our life to him. എന്നാൽ അവിടുത്തെ സ്നേഹത്തെ നാം കൂടുതൽ തിരിച്ചറിയും തോറും, നമ്മളെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതികളെ ഞാൻ ഉൾക്കൊള്ളും തോറും,
ദൈവത്തിൻ്റെ ഹിതത്തെ ഞാൻ മനസ്സിലാക്കും തോറും ആ യാത്രയിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. Yes, there are a few segment of believers who have accepted Christ's claim upon their lives. ദൈവത്തിന്റെ മക്കളിൽ, വിശ്വാസികളുടെ നടുവിൽ ദൈവത്തിന് അവരുടെ മേലുള്ള അവകാശവാദത്തിന് ഇടം കൊടുത്ത ഒരു ചുരുക്കം ചില ആളുകളുണ്ട്. From the large chunk of believers, there's a small portion of believers who have accepted the claim of Christ upon their lives and insist to follow Jesus Christ. വിശ്വാസികൾ എന്ന ബഹുസഹസ്രം ആളുകളുടെ നടുവിൽ ചുരുക്കം ചിലർ ദൈവത്തിന് തങ്ങളുടെ മേലുള്ള അവകാശവാദങ്ങളെ അംഗീകരിച്ച് അതിൽ നിൽക്കുന്ന ഒരു ചുരുക്കം പേരുണ്ട്. They are called the disciples. അവരെയാണ് ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. Thank God for all disciples who are heartily following the Lord and Savior Jesus Christ. തങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ ഹൃദയംഗമായി പിൻഗമിക്കുന്ന ശിഷ്യന്മാർക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. But that's not all. എന്നാൽ അതുകൊണ്ട് എല്ലാമായില്ല. There are still a further segment of disciples who understand that his life should be found in the plan and purpose of God upon this earth. അവരുടെ നടുവിലും വീണ്ടും ഒരു ചെറിയ സംഖ്യ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി ഈ ഭൂമിയിലുള്ള അവരുടെ ജീവിതം ദൈവത്തിന്റെ പദ്ധതിയിൽ കാണപ്പെടണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. My life should count for God. എന്റെ ജീവിതം ദൈവത്തിനായി എണ്ണപ്പെടണം. This one life should belong to Jesus Christ, holy every way, totally. ഈ എന്റെ ഒരേ ഒരു ജീവിതം യേശുക്രിസ്തുവിനായി പൂർണ്ണമായി എണ്ണപ്പെടണം, കാണപ്പെടണം. They find their identity of existence altogether with the plan and purpose of God for them in the redemptive work of Christ. അവരുടെ ഈ ഭൂമിയിലുള്ള അസ്തിത്വത്തിന് അവരിവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് അത് ദൈവത്തിന്റെ യേശു കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിൽ അവർ പങ്കാളികളായി അതിൽ തങ്ങൾ കാണപ്പെടണമെന്നുള്ള നിർബന്ധത്തിലാണ് അവർ ജീവിക്കുന്നത്. Where God has an interest, I should have my interest there. എവിടെയെല്ലാം ദൈവത്തിന് ഒരു താല്പര്യമുണ്ടോ എന്റെ താല്പര്യം അവിടെ വരണം. Where God has a plan, my life should be part of that plan. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, പദ്ധതി ഉണ്ടെങ്കിൽ അവിടെ എന്റെ ജീവിതം ആ പ്ലാനിൽ എത്തണം. Where God has a people to save and to be led, my life should be part of that plan. കർത്താവിനെ വിടുവിച്ച് മുമ്പോട്ട് നടത്തുവാൻ ഒരു ജനമുണ്ടെങ്കിൽ ആ പ്രവൃത്തിയിൽ എന്റെ ജീവിതം കാണപ്പെടണം. They are truly the ministers of God. അവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ യഥാർത്ഥത്തിൽ. There are a lot of things happening in the name of ministry. I don't mean to say or refer to that. ശുശ്രൂഷ എന്ന പേരിൽ നടക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഞാൻ അവയൊന്നുമല്ല ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. Wholehearted disciples, പൂർണ്ണ ഹൃദയ ശിഷ്യന്മാർ, who have given their life altogether for the plan and purpose of God to serve Him. ദൈവത്തിന്റെ പദ്ധതിയിൽ അവനെ സേവിക്കുവാൻ തക്കവണ്ണം തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അർപ്പിച്ചിരിക്കുന്നവർ. Ministers who come before God to minister to Him in private and go out in public to serve the purpose of God. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സ്വകാര്യമായി ദൈവത്തെ സേവിക്കുവാനും അതിൽ നിന്ന് തുടർന്ന് പരസ്യമായി ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുവാനും ഇറങ്ങി വരുന്നവർ. Yes. And now there's further a certain expression in the scripture we find man of God. ഇത് കുറച്ചുകൂടെ വിശേഷിപ്പിക്കാൻ തിരുവചനത്തിൽ കാണുന്ന ഒരു പദപ്രയോഗമുണ്ട്, ദൈവ മനുഷ്യൻ. So I told about believers, ഞാൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, I told about disciples, ശിഷ്യന്മാരെ കുറിച്ച് ഞാൻ I സൂചിപ്പിച്ചു, told about ministers of God. ശുശ്രൂഷകന്മാർ എന്നുള്ള മറ്റൊരു പദം കൂടെ ഞാൻ പറഞ്ഞു. Now I introduce this expression, the man of God. ഞാനിതാ മറ്റൊരു പ്രയോഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്, ദൈവ മനുഷ്യർ. God needs men and women of God. ദൈവത്തിന് പുരുഷന്മാരെയും സ്ത്രീകളെയും ദൈവ മനുഷ്യരായി, ദൈവത്തിന്റെ സ്ത്രീകളായി ഈ ഭൂമിയിൽ ആവശ്യമുണ്ട്. What does it mean to say a man of God?
ഒരു ദൈവമനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? This is what we are considering today. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഈ Our വിഷയമാണ്. title of discussion is Needed Men of God. നമ്മുടെ ധ്യാനചിന്തയുടെ തലക്കെട്ട് ദൈവമനുഷ്യരെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. Let us listen heartily, giving our whole attention with prayer. നമുക്കിന്ന് ഹൃദയമായി ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കാം. And to listen to this message, click the second link that is given to you. ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. It's a very important, determining message for you. Listen carefully. The Lord will speak to you. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു സന്ദേശമായി ഇത് മാറും. നിങ്ങൾ സശ്രദ്ധം ഈ സന്ദേശം കേൾക്കുക. ദൈവം നിങ്ങളോട് ഇടപെടും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.